40 നോമ്പ് നോക്കി മണ്ഡല പൂജയ്ക്കും മകരവിളക്കിനുമൊക്കെ ശബരിമലയിൽ പോയ കഴിഞ്ഞ സമയമാണല്ലോ. അവര് വാഹനത്തിലൊക്കെ മൈക്കൊക്കെ വെച്ച് കെട്ടി ശബരിമലയിലേക്ക് പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു പ്രാർത്ഥന, ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാ അവര് പോകുന്നേ. എന്താ മന്ത്രം? സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം. കേട്ടിട്ടുണ്ടോ? കൈയൊന്നും പോക്കാൻ പറയുന്നില്ല. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം. എന്താ ആ ചൊല്ലുന്നതിന്റെ അർത്ഥം? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായി ചൊല്ലുന്നത്? ചിലർ പറഞ്ഞു, അതാ ഫാദറെ, ഒരു ഇത്രയും ദൂരം പോകേണ്ട, അതുകൊണ്ട് ഒരു മൂച്ച് കിട്ടാൻ വേണ്ടി അങ്ങ് ചൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്തായിട്ടാണ് എന്റെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, കല്ലുവെട്ടുകാരനാണ്, അദ്ദേഹം ഗുരുസ്വാമിയായി, കെട്ട് നിറയ്ക്കുന്നയാളാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞേ, എന്നെ അച്ഛനൊന്നും അല്ല, ഒരു കുഞ്ഞായിട്ടാ അദ്ദേഹം കാണുന്നേ. ഞങ്ങളുടെയൊക്കെ വീടുകൾക്ക് ഭിത്തി ഉണ്ടാക്കാൻ കല്ല് വെട്ടിത്തരുന്നയാളാ. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ, ഞങ്ങൾ ഈ തിന്തകത്തോം എന്ന് പറയുന്നത് തിന്തകത്തോം എന്നല്ല, സ്വാമി നിന്റകത്ത് ഓം, നിന്റകത്ത് ഓം, നിന്റകത്തോം എന്ന് ചൊല്ലി അതെന്താ എന്നേ ഉള്ളൂ, തിന്തകത്തോം. നിന്റെ അകത്ത് ആരാണ്? ഓം, ദൈവമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഭഗവത്ഗീതയുടെ 18 പടികൾ ചവിട്ടി 18ാം പടി ചവിട്ടി ചെല്ലുമ്പോൾ ശ്രീകോവിലിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, തത്വമസി, നീയും ഞാനും ഒന്നാണ്.